സാറേ, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ഈ പാർലമെൻറ്റ് സ്ട്രീറ്റിലെ SBIയിൽ നിന്ന് അയാണ്ട് 60 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു. അത് ഇന്ദിരയുടെ ശബ്ദത്തിൽ ആരോ വിളിച്ചു പറഞ്ഞു എന്നാണ് കോൺഗ്രസ് പറയുന്ന ആണല്ലേ. നഗർവാല കേസ് എന്നാണ് അത് അറിയപ്പെട്ടത്. എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വിശദമായിട്ടൊന്ന് പറയാമോ? ഇത് എൻ്റെ ചെറുപ്പകാലത്ത് നടന്നതാണിത്. എനിക്കന്ന് 11 വയസ്സേ ഉള്ളൂ. ആ സമയത്ത് ഈ ഡിറ്റക്റ്റീവ് നോവലുകളൊക്കെ വായിക്കുന്ന കാലമാണ്. ജെയിംസ് ഹാഡ്ലി ചേസിൻ്റെ ധാരാളം പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, 10-24 പുസ്തകങ്ങൾ. പിന്നെ ഈ മറ്റേ ദുർഗാപ്രസാദ് ഗത്രി, ചമന്ന കൈപ്പത്തി, വെളുത്ത ചെകുത്താൻ, പിന്നെ ഭൂതനാഥൻ എന്ന് പറഞ്ഞ് 24 ഭാഗമുണ്ട് അങ്ങയുടെ നോവലിനൊക്കെ. ഇതൊക്കെ തൃപ്പൂണിത്തുറയിലെ ലൈബ്രറിയിൽ നിന്നൊക്കെ കിട്ടും. മോഹൻ ഡി കങ്ങഴ, നീലകണ്ഠൻ പരമാര, ഹരിഹരൻ പരമാര, അതൊക്കെ തർജ്ജമ ചെയ്യുന്നവരായിരിക്കും അല്ലേ? നീലകണ്ഠൻ പരമാരയും ഹരിഹരൻ പരമാരയും. പരമാര എന്ന് പറയുന്നത് ഈ നോർത്തിലൊരു അമ്പലമുണ്ട്, പരമാര ക്ഷേത്രം. അതിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന രണ്ട് മലയാളികളാണ് രണ്ടുപേര്. അവർ രണ്ടുപേരും ഡിറ്റക്റ്റീവ് നോവൽ എഴുതിയിട്ടുണ്ട്. അവരുടെ നോവലുകൾ ഇപ്പോഴും എറണാകുളത്ത് CICC ബുക്ക് ഹൗസ് ഇറക്കുന്നുണ്ട്. പിന്നെ ഈ പാലക്കാട് നിന്ന് കണ്ണാടി വിശ്വനാഥൻ എന്ന് പറഞ്ഞൊരാൾ ഇരുമ്പക്കൈ മായാവി എന്ന് പറഞ്ഞിട്ട് ചിത്രകഥ പുസ്തകമായിട്ടൊക്കെ ഇറക്കുമായിരുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് ഈ നഗർവാല കേസ് വന്ന് പത്രങ്ങൾ നിറയ്ക്കുന്നത്. ഒരു വല്ലാത്ത കേസായിരുന്നു അത്. ഒരുപാട് ദുരൂഹതകൾ. പിന്നെ നമ്മൾ ഈ പാകിസ്ഥാനുമായിട്ട് ബംഗ്ലാദേശ് യുദ്ധം നടത്തുന്നതിനൊക്കെ തൊട്ട് മുമ്പായത് ബംഗ്ലാദേശ്, അതുമായിട്ടൊക്കെ ഇതിന് ബന്ധമുണ്ട് ഈ കേസ്. ഇയാൾ തന്നെ അത്ര ചെറിയ ആളൊന്നുമല്ല ഈ നഗർവാല എന്ന് പറയുന്ന ആള്. അത് ചെറുതാക്കാനും തട്ടിപ്പുകാരനുമാക്കാനും ഒക്കെ ആയിട്ട് ഇന്ദിരാഗാന്ധിയും കോൺഗ്രസും ശ്രമിച്ചു. അവർ ഇന്ദിരാഗാന്ധി ജീവിക്കോളം, ഭരണത്തിലിരിക്കോളം അതൊക്കെ അവർക്ക് ഒരുമാതിരി സാധിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെയും കൂടി ഇന്ദിരാഗാന്ധി നടത്തിയിട്ടുള്ള ധാരാളം തട്ടിപ്പുകളിൽ ഒരു തട്ടിപ്പ് കഥയും കൂടിയാണിത്. ശരി, അങ്ങനെയാണ് നമ്മൾ പലതും ഇതിൻ്റെ അകത്ത് കഴിഞ്ഞ ദിവസം സംസാരിച്ച് ദീൻ ദയാൽ ഉപാധ്യായുടെ കഥയും ഒക്കെ അവരുടെ ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ളതാണ്. ഇത് 1971 മെയ് 24. സാധാരണ നമ്മൾ പത്രാപേസിൽ ചില ദിവസമൊക്കെ വളരെ ഡള്ളാണ്, വാർത്തകളൊന്നും നമുക്ക് നല്ല രോമാഞ്ചം ഉണ്ടാകുന്ന വാർത്തയൊക്കെ വരണമല്ലോ. ആരെങ്കിലും തട്ടിക്കൊണ്ടുപോവോ, വിമാനം തകരുവോ, അങ്ങനെയൊക്കെ. അങ്ങനെ ഒന്നുമില്ലാതിരുന്നൊരു ദിവസം ഡൽഹിയിൽ ഭയങ്കര ചൂട്, 108 ഡിഗ്രി ഫാരൻഹീറ്റ് ഇതൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ആ സമയത്ത് ഒരു പത്രത്തിലെ ക്രൈം റിപ്പോർട്ടറെ വിളിച്ചിട്ട് ഒരു പോലീസുകാരൻ പറഞ്ഞേ, പാർലമെന്റ് സ്ട്രീറ്റിലെ ഗവൺമെന്റ് ബാങ്കിൽ, ഇങ്ങനെയാണ് പോലീസുകാരൻ പറഞ്ഞത്, പാർലമെന്റ് സ്ട്രീറ്റിലെ ഗവൺമെന്റ് ബാങ്കിൽ ഒരു വലിയ കൊള്ള നടന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇത് തുടങ്ങുകയാണിത്. ആ പോലീസുകാരൻ ചെയ്തതും സത്യത്തിൽ ഈ അറിയാതെ ചെയ്തു പോയതാണത്. കാരണം അങ്ങനെ ചെയ്യുന്നൊന്നും ഭരണത്തിലുള്ളവർ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ ബാങ്കിൽ ഒരാൾക്ക് അബദ്ധം പറ്റി പോലീസിൽ കൊണ്ടുപോയി ഒരു ജൂനിയർ ഉദ്യോഗസ്ഥൻ പരാതി കൊടുത്താണ്. അത് പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അന്ന് ഇങ്ങനെ അത് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, പാർലമെന്റ് സ്ട്രീറ്റിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 60 ലക്ഷം രൂപ പോവുകയാണ്. എന്നിട്ട് അന്ന് രാത്രി 9:45 റസ്തം സൊഹ്റാബ് നഗർവാല, 50 വയസ്സുണ്ടായേക്ക്, ഈ നഗർവാലയെ രാത്രി 9:45 അറസ്റ്റ് ചെയ്യുന്നു. അത്രയും നേരം ഭയങ്കര സസ്പെൻസിൽ കൂടി പോകുന്നുണ്ട്. അറസ്റ്റിന് ശേഷം അയാൾ മരിക്കുന്നത് വരെയും ഇത് തുടരുന്നുണ്ട്. കുറേ ഒരു 1.5 കൊല്ലത്തോളം ഇതിങ്ങനെ തുടരുന്നൊരു വല്ലാത്ത കഥയായിരുന്നു ആ കാലത്ത്. എന്നിട്ട് പാതിരയ്ക്ക് IG ഇൻസ്പെക്ടർ ജനറൽ പത്രസമ്മേളനം നടത്തിയെന്ന്. പാതിരയ്ക്ക് പത്രസമ്മേളനം നടത്തുന്നൊക്കെ ഇത് ഉന്നതങ്ങളിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണല്ലോ. ഈ നഗർവാലയെ ഞങ്ങൾ പിടിച്ചതോടുകൂടി കേസ്, ഈ അധ്യായം ഇവിടെ അവസാനിച്ചു അന്ന് രാത്രി അയച്ചു പറഞ്ഞു. അപ്പൊ ഇതിലൊക്കെ എന്തോ ഒരു ധൃതിയും ദുരൂഹതയും ഒക്കെ വല്ലാതെ നിറഞ്ഞിരുന്നു. ഇത് പാർലമെന്റ് സ്ട്രീറ്റിലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ തുറന്ന് 3/4 മണിക്കൂർ കഴിഞ്ഞു. 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചീഫ് കാഷ്യർ, ഈ പേരുകളൊക്കെ ശ്രദ്ധിക്കണം, ചീഫ് കാഷ്യർ വേദ് പ്രകാശ് മൽഹോത്രയ്ക്ക് ഒരു ഫോൺ വന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഫോൺ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഫോൺ എടുത്തു.
അപ്പോൾ ഫോണിൽ നിന്ന് സംസാരിച്ച ആള് ബംഗ്ലാദേശ് ദൗത്യത്തിന്, പ്രധാനമന്ത്രിയുടെ ബംഗ്ലാദേശ് ദൗത്യത്തിന് 60 ലക്ഷം രൂപ ഉടനെ കൊടുത്തയക്കണം എന്ന് പറഞ്ഞു. ഇത് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധിയുടെ ശബ്ദത്തിലാണ്. ഒരു സ്ത്രീ ശബ്ദമാണ് അല്ലേ? സ്ത്രീ ശബ്ദമാണ് അത്. ഇന്ദിരാഗാന്ധിയുടെ എത്ര പ്രസംഗങ്ങളും മൽഹോത്ര ഈ ചീഫ് കാഷ്യർ കേട്ടിരിക്കുന്നു. അതെ അതെ. അപ്പോൾ അദ്ദേഹത്തിന് ഉറപ്പായി ഇന്ദിരാഗാന്ധിയാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വിളിച്ചത് ആരാണ് എന്ന് ചോദിച്ചു അതിന് മുമ്പ്. അപ്പം അത് PN ഹക്സർ ആണെന്ന് പറഞ്ഞു. ആദ്യം ഫോൺ മറ്റേ പ്രധാനമന്ത്രിക്ക് കൊടുക്കാം എന്ന് പറയുന്ന ആള് പ്രിൻസിപ്പൽ സെക്രട്ടറി ഉണ്ടല്ലോ ഇന്ദിരാഗാന്ധിയുടെ, PN ഹക്സർ ആണ്. കശ്മീരി ബ്രാഹ്മണനാണ് അദ്ദേഹം. PN ഹക്സർ ആണ് അങ്ങോട്ട് കൈമാറിയത്. എന്നിട്ട് ഇന്ദിരാഗാന്ധി മൽഹോത്രയോട് പറഞ്ഞു, ഒരാൾ ആ 60 ലക്ഷം രൂപ മറ്റേ കൊണ്ടുപോകാൻ വരും, അയാൾ ഒരു കോഡ് വാക്ക് പറയും, തിരിച്ചറിയണമല്ലോ ഞാൻ പറഞ്ഞ ആള് തന്നെയാണോ എന്ന് തിരിച്ചറിയണമല്ലോ, പറഞ്ഞയച്ച ഒരു കോഡ് വാക്ക് പറയും, ബംഗ്ലാദേശ് കാ ബാബു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മറുപടി പറയണം, ബാർ അറ്റ് ലോ എന്ന് പറയണം എന്ന് പറഞ്ഞു. ഇന്ദിരാഗാന്ധിയുടെ ശബ്ദം. ഈ കേസിലൊക്കെ ഇന്ദിരാഗാന്ധിയുടെ ശബ്ദം എന്നേ പോലീസ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മറ്റേ ശരി മാതാജി എന്ന് പറഞ്ഞു മൽഹോത്ര, ചീഫ് കാഷ്യർ. കാരണം അയാൾ ഇന്ദിരാഗാന്ധിയെ പല മീറ്റിങ്ങുകളിൽ വെച്ച് കണ്ടിട്ടുള്ള ഒരാളാണ്. ശബ്ദം സുപരിചിതമാണ്. കാരണം അയാൾ ഈ മൽഹോത്ര ഈ ബംഗ്ലാദേശ് ഇതുമായി ബന്ധപ്പെട്ട് അന്ന് ഇന്ത്യ രൂപവൽക്കരിച്ചിട്ടുള്ള ഒരു സമിതിയിൽ അംഗവുമാണ്. ഈ ഇന്ദിരാഗാന്ധി ചെയർ ചെയ്യുന്ന. അപ്പോൾ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത് അറിയാം അല്ലേ? അതെ. അപ്പോൾ ഇനി എന്താന്ന് വെച്ചാൽ ഈ 60 ലക്ഷം രൂപ പാക്ക് ചെയ്യുക മൽഹോത്ര. ഡെപ്യൂട്ടി ചീഫ് കാഷ്യർ മൽഹോത്രയുടെ നേരെ കീഴെയുള്ള രാം പ്രകാശ് ബത്രയോട് 60 ലക്ഷം രൂപ പാക്ക് ചെയ്യാനായിട്ട് മൽഹോത്ര പറഞ്ഞു. ഒന്ന് പാക്ക് ചെയ്തേക്ക് കീഴ് ജീവനക്കാരനോട് പറഞ്ഞു. അത് ബാത്രയും HR ഖന്നയും സഹപ്രവർത്തകൻ അവർ രണ്ടുപേരും കൂടി പാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഡെപ്യൂട്ടി ഹെഡ് കാഷ്യർ റാവൽ സിംഗ്, ആ പേര് ശ്രദ്ധിക്കണം, ഡെപ്യൂട്ടി ഹെഡ് കാഷ്യർ റാവൽ സിംഗ് ഈ 60 ലക്ഷം രൂപ കൊടുത്തയക്കുന്നതായിട്ട് രജിസ്റ്ററിൽ ഒപ്പിടുമ്പോൾ ഇതിൻ്റെ ഉദ്ദേശം പറയുന്ന വൗച്ചർ അതിൽ ഞാൻ ഒപ്പിടണ്ടേ എന്ന് ചോദിച്ചു. ഒരു വൗച്ചർ, അതെ, ഇത് ഉദ്ദേശം ഇതിനു വേണ്ടി 60 ലക്ഷം എന്ന് പറഞ്ഞിട്ടൊരു വൗച്ചർ വേണമല്ലോ. അത് മൽഹോത്ര ഒപ്പിട്ടോളെന്ന് ബാത്ര പറഞ്ഞു. മൽഹോത്രയാണല്ലോ എൻ്റെ ചീഫ് കാഷ്യർ ഉത്തരവാദി, അത് അങ്ങേര് ചെയ്തോളും, അങ്ങ് ഇതിനെ ബുദ്ധിമുട്ടണ്ട എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ 60 ലക്ഷം രൂപ പാക്ക് ചെയ്ത ട്രങ്ക് ഉണ്ടല്ലോ, മറ്റേ ഇരുമ്പ് പെട്ടി, ആ ട്രങ്ക് ഒരു കാറിൽ മൽഹോത്ര തന്നെ ഡ്രൈവ് ചെയ്ത് പുറത്തേക്ക് പോയി. കാരണം പുറത്തേക്ക് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്, കുറച്ച് ദൂരെ ചെന്നിട്ട് ആ കാറ് നിർത്തി. അപ്പോൾ നല്ല പൊക്കമുള്ള വെളുത്ത ഒരാൾ മറ്റേ നിപ്പുണ്ടായിരുന്നു. അത് സർദാർ പട്ടേൽ, ആ സ്ഥലം സർദാർ പട്ടേൽ റോഡ് പഞ്ചശീൽ മാർഗും ചേരുന്ന ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ ഒരു ടാക്സി സ്റ്റാൻഡ് ഉണ്ട്. ആ ടാക്സി സ്റ്റാൻഡിൻ്റെ അടുത്ത് ചെന്നാൽ മതി എന്നാണ് മാതാജി പറഞ്ഞിരിക്കുന്നത്. അവിടെ ചെന്ന് ടാക്സി സ്റ്റാൻഡിൽ നിർത്തി. അവിടെ വെച്ചിട്ട് ഈ പണപ്പെട്ടി 60 ലക്ഷം രൂപയുടെ പണപ്പെട്ടി ഇറക്കിയിട്ട് നഗർവാല മറ്റേ മൽഹോത്രയോട് പറഞ്ഞു, നിങ്ങൾ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോയിട്ട് ആ വൗച്ചർ ഒപ്പിട്ട് മേടിച്ചോളൂ എന്ന് പറഞ്ഞു മൽഹോത്രയോട്. എന്നിട്ട് നഗർവാല പെട്ടി കൊണ്ടുപോവാം പണത്തിൻ്റെ. മൽഹോത്ര എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ പോയപ്പോഴും അവിടെ ഇന്ദിരാഗാന്ധി ഇല്ല, പാർലമെൻറ്റ് ഹൗസിൽ പോയപ്പോൾ അവിടെയും പാർലമെൻറ്റിൽ പോയപ്പോൾ അവിടെയും ഇന്ദിരാഗാന്ധി ഇല്ല. അപ്പോൾ ഇയാൾ തിരിച്ച് ഈ പ്രിൻസിപ്പൽ സെക്രട്ടറി ഹക്സറിനോട് പറഞ്ഞു, ചെന്നു ഹക്സറിൻ്റെ അടുത്ത്, ഈ വൗച്ചർ ഒന്ന് ഒപ്പിട്ട് തരൂ, അങ്ങ് ഒപ്പിട്ടാലും മതി എന്ന് പറഞ്ഞു 60 ലക്ഷം രൂപയുടെ. അപ്പോൾ ഹക്സർ പറഞ്ഞു, ഞാൻ ആരെയും വിളിച്ചിട്ടില്ല, ഞാൻ ഒപ്പിടുകയില്ല എന്ന് പറഞ്ഞു.
അതെന്തുകൊണ്ട് അക്സർ പറഞ്ഞു എന്നുള്ളത് ഈ കഥയുടെ അവസാനം പിടികിട്ടും. പറഞ്ഞു, അക്സർ പറഞ്ഞു. അപ്പോൾ ഇയാൾ വല്ലാതായിപ്പോയി. എന്നിട്ട് അക്സർ പറഞ്ഞു, ഓ അങ്ങനെ സംഭവിച്ചോ, എങ്കിൽ പോലീസിൽ പോയി പറയൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ASP യുവാവ്, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ DK കാശ്യപ് ഒരു ഓപ്പറേഷൻ നടപ്പാക്കുക. വല്ലാതൊരു ഇന്ദിരാഗാന്ധിയും കൂടിയൊക്കെ ഉൾപ്പെട്ടതെന്ന് പറയപ്പെടുന്നതാണല്ലോ. ഇന്ദിരാഗാന്ധിയുടെ ഓഫീസാണ് പറയുന്നു, അവരിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ പ്രതിയെ കണ്ടുപിടിക്കേണ്ടത് ഉടനെ ഉള്ള കർത്തവ്യമാണ്. പിന്നെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്നാണ് അതിൻ്റെ പേര്. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഈ ടാക്സി കിട്ടി, നഗർവാല സഞ്ചരിച്ച ടാക്സി. മറ്റേയാൾ ബാങ്കിൻ്റെ കാറിൽ തന്നെയാണ് മൽഹോത്ര പോയത്. ആ ടാക്സി കാരൻ പറഞ്ഞു, ടാക്സി ഡ്രൈവർ പറഞ്ഞു, ഞാൻ ആ ആളിനെ ഡിഫൻസ് കോളനിയിൽ ഡ്രോപ്പ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. ഡിഫൻസ് കോളനിയിൽ നിന്ന് നഗർവാല വേറൊരു ടാക്സി പിടിച്ചിരുന്നു. ആ ടാക്സി പോയിട്ട് രജീന്ദർ നഗറിലൊരു വീട്ടിൽ നിന്നൊരു 2 സൂട്ട് കേസ് ഇയാളെടുത്തതായിട്ട് മൊഴി കിട്ടി. അപ്പോൾ ആ ഡ്രൈവറോട് ഈ നഗർവാല പറഞ്ഞിരുന്നു, ഞാനൊരു ബംഗ്ലാദേശ് ദൗത്യത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് 500 രൂപ ഈ ഡ്രൈവർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. ഈ രജീന്ദർ നഗറിലെ വീട്ടിലുള്ളവർക്ക് നഗർവാലിയെ നല്ല പരിചയം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്ന ആളാണെന്നൊക്കെ പോലീസിന് അവർ പറഞ്ഞു കൊടുത്തു. ഈ രജീന്ദർ നഗറിൽ നിന്ന് സൂട്ട് കേസ് എടുത്ത, അത് വസ്ത്രമോ അങ്ങനെ എന്തൊക്കെയുള്ള സാധനങ്ങളാണെന്ന് തോന്നുന്നു, ആ പെട്ടിയും സൂട്ട് കേസും കൂടി ഓൾഡ് ഡൽഹി, പഴയ ഡൽഹി ഉണ്ടല്ലോ, ജുമാ മസ്ജിദൊക്കെ ഉള്ള, ആ ഡൽഹിയിൽ നിക്കോൾസൺ റോഡിലേക്ക് പോയി വേറൊരു ടാക്സി പിടിച്ചിട്ട്. ആ സൂട്ട് കേസ് കണ്ടതായിട്ട് ആ ഡ്രൈവറെ പിടിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞു, സൂട്ട് കേസ് ഉണ്ടായിരുന്നു, ശരിയാണ്, അത് ഡിഫൻസ് കോളനി വീട്ടിൽ നിന്നാണ് ഇതെടുത്തത് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് ഉള്ള അന്വേഷണത്തിൽ പാഴ്സി ധർമ്മശാലയിൽ, പാഴ്സി ധർമ്മശാല എന്ന് പറഞ്ഞാൽ പാഴ്സികൾക്കുള്ള ഒരു സത്രം പോലുള്ള സ്ഥലം, അവിടെയാണ് നഗർവാല, അയാൾ പാഴ്സിയാണല്ലോ. അയാളെ ഒരു മുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. അതാണ് ആ രാത്രി 9:45 പോലീസ് നടന്ന അറസ്റ്റ്. തുടർന്നുള്ള പാതിര പത്രസമ്മേളനമൊക്കെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തപ്പോൾ ഇയാൾ എനിക്ക് ഇന്ദിരയെ ഉടനെ വിളിക്കണം, എനിക്ക് ഉടനെ മറ്റേ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഡയറക്ടർ ജനറലിനെ വിളിക്കണം ഇയാൾ പറഞ്ഞു. നഗർവാല പറഞ്ഞു. അപ്പോൾ ഇത് സമ്മതിച്ചില്ല പോലീസ്, കാരണം പോലീസിന് കിട്ടിയ ഉത്തരവ് അങ്ങനെ ആയിരിക്കില്ലല്ലോ. എന്നിട്ട് ഇയാളെ ശിക്ഷിക്കുന്നത് 4 വർഷം തടവ്, 1000 രൂപ പിഴ, ഇങ്ങനെ ആൾമാറാട്ടം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ദിരയുടെ ശബ്ദത്തിൽ ഇയാളാണ് സംസാരിച്ചത് എന്നൊക്കെയാണ് കേസേ. ഇയാൾക്ക് ശരിക്കൊരു സ്പീച്ച് ഇംപെഡിമെൻ്റ് ഉണ്ടായിരുന്നു, സംസാരിക്കാനും തന്നെ കുറച്ച് വൈകല്യമുള്ള ആളാണ്. പിന്നെ അയാൾ എവിടെ നിന്നാണ് ഇന്ദിരയുടെ ശബ്ദത്തിൽ വിളിക്കുന്നത്? അങ്ങനെ ഒരു മിമിക്രി ടാലൻ്റ് ഒന്നുമല്ല അയാൾ. ഈ വിചാരണ കോടതിയിൽ 10 മിനിറ്റ് ഉണ്ടായിരുന്നു ആകെ. കാരണം ഇയാൾ ശരിയാണ്, ഞാൻ 60 ലക്ഷം രൂപ കൊണ്ടുപോയി എന്നുള്ളത് വസ്തുതയാണ് എന്ന് പറഞ്ഞതോടുകൂടി ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ആയിരുന്നു ശിക്ഷ. അല്ലാതെ വേറെ ഒരു അന്വേഷണമോ മൊഴിയെടുപ്പോ ഒന്നും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. ഇയാൾ പറഞ്ഞു, ഞാൻ ഒരു ബംഗ്ലാദേശ് മിഷന് വേണ്ടി തന്നെയാണ് അത് ചെയ്തത് എന്നും അയാൾ പറഞ്ഞിരുന്നു. അയാൾ അത് കഴിഞ്ഞ് ഇതിൻ്റെ അപ്പീൽ കൊടുത്തു, പുനർവിചാരണ നടത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പുനർവിചാരണ നടത്തുമ്പോൾ ഈ ശിക്ഷിച്ച മജിസ്ട്രേറ്റ് കോടതിയിൽ തന്നെ നടത്തരുത് എന്നൊരു അപേക്ഷ ഉണ്ടായിരുന്നു. ആ അപേക്ഷ 1971 ഒക്ടോബർ 28 മറ്റേ സുപ്രീം കോടതി നിരസിച്ചു. ഇത് 1971 മെയ് 24 നടക്കുന്നത്. പെട്ടെന്ന് വിചാരണയും സംഗതിയൊക്കെ തീരുന്നുണ്ട് ഒക്ടോബർ ആയപ്പോഴേക്കും. വളരെ വേഗത്തിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് എന്നിട്ട് അങ്ങേര് പുനരന്വേഷണത്തിൻ്റെ കേസിൽ പറഞ്ഞു, മൽഹോത്രക്കെതിരായ ബാങ്ക് ചീഫ് കാഷ്യർ ഉണ്ടല്ലോ, അങ്ങേർക്കെതിരായ അന്വേഷണം കഴിഞ്ഞിട്ട് എൻ്റെ കേസ് മുന്നോട്ട് പോയാൽ മതി എന്നും അപ്പീൽ കൊടുത്തപ്പോൾ പറഞ്ഞിരുന്നു. ഈ കശ്യപ് എന്ന് പറഞ്ഞൊരു പോലീസ് ASP അന്വേഷിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ? കശ്യപ് യുവാവ്, അസിസ്റ്റന്റ് കമ്മീഷണർ പോലീസ്, അങ്ങേര് അപ്പോഴേ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ.
അത് കഴിഞ്ഞ് മധുവിധുവിന് പോയ കശ്യപ് ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ ദുരൂഹത വീണ്ടും കൂടി ഇരട്ടിച്ചു. ആ സമയത്ത് ഈ കറന്റ് എന്ന് പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു. ആ കറന്റ് എന്ന് പറയുന്ന ഒരു ടാബ്ലോയിഡാണ്, ബ്ലിറ്റ്സ് കറന്റ്. കറന്റും ഞാൻ വായിച്ചിരുന്ന ഒരു ടാബ്ലോയിഡാണ് അക്കാലത്ത്, ലൈബ്രറിയിലൊക്കെ വരുന്ന ബ്ലിറ്റ്സും RK കരിഞ്ചയുടെ. കറന്റിൻ്റെ എഡിറ്റർ DF കരാക്ക എന്ന് പറയുന്ന ആളും പാഴ്സിയായിരുന്നു. ഈ കരാക്കയ്ക്ക് ഒരു സന്ദേശം നഗർവാല അയച്ചു കൊടുത്തു, എനിക്ക് നിങ്ങളോട് കുറേ കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട്, നിങ്ങൾ വന്ന് എന്നെ അഭിമുഖം ചെയ്യണം എന്ന്. അപ്പോൾ കരാക്കയ്ക്ക് അസുഖമായതുകൊണ്ട് അങ്ങേര് വേറൊരാളെ അയക്കാമെന്ന് പറഞ്ഞു. ഇല്ല, ഒരാൾ ചെന്നു, ഞാൻ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ തരില്ല, ഞാൻ എഡിറ്ററോടെ സംസാരിക്കൂ, അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് പറഞ്ഞു. അത് നടന്നില്ല. 1972 ഫെബ്രുവരി ആയപ്പോൾ, ഏതാനും മാസമേ ആയിട്ടുള്ളൂ, ഇങ്ങനെ നഗർവാലയെ ജയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഫെബ്രുവരി 21 നില വഷളായതുകൊണ്ട് GB പന്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാർച്ച് 2 ഉച്ചയൂണ് കഴിഞ്ഞിട്ട് കുഴഞ്ഞു വീണ് മരിച്ചു നഗർവാല. 51ാം ജന്മദിനമായിരുന്നു അന്ന് മരിക്കുന്ന ദിവസം. അപ്പോൾ ആ ഭക്ഷണത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകാം. കുഴഞ്ഞു വീണ് മരിച്ചു. ഇയാൾ ഉണ്ടാകരുത്, ഇനി ഇയാൾ ഭൂമിയിൽ ഉണ്ടാകരുതെന്ന് ആരോ നിശ്ചയിച്ചിരുന്നു. ഇനി ഇതിലെന്താ സംഭവിച്ചത് എന്ന് പിന്നീട് നമുക്കൊക്കെ മനസ്സിലാകുന്ന കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബംഗ്ലാദേശ് യുദ്ധം ഇങ്ങനെ മുട്ടി നിൽക്കുകയാണ്. മനക്ഷ പറഞ്ഞിരുന്നു ഒരു 6 മാസം കൂടി വേണം, സമയം വേണമെന്നൊക്കെ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞിരുന്നു. കാരണം മഴ പെയ്യും, മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് യുദ്ധം എളുപ്പമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ കുറേയും കൂടി ഇങ്ങനെ കാര്യങ്ങൾ നീണ്ടുപോകുന്ന സമയത്തായി നടക്കുന്നത്. ആ സമയത്ത് നമ്മൾ മുക്തിബാഹിനിയെ പരിശീലിപ്പിക്കുന്നുണ്ട്. ബംഗ്ലാദേശിലെ ജനങ്ങളുടെ സേന. ബംഗ്ലാദേശ് എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്ന് 1000 കിലോമീറ്റർ ദൂരെയാണ് ഈ കിഴക്കൻ ബംഗാൾ. അത് പശ്ചിമ ബംഗാളിനോട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ മുക്തിബാഹിനി എന്നാണ് മുജിബുർ റഹ്മാനാണല്ലോ ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ്. മുജിബുർ റഹ്മാൻ്റെ സേനയാണ് മുക്തിബാഹിനി, പോരാട്ടം, ബംഗ്ലാദേശ് വിമോചന സേന. ആ മുക്തിബാഹിനിക്ക് വേണ്ടി ടൈഗർ സിദ്ദിഖി എന്ന് പറഞ്ഞൊരു 21 വയസ്സുള്ള യുവാവ് 10,000 യുവാക്കളെ ശേഖരിച്ച് ഇന്ത്യയുടെ പരിശീലനം കൊടുക്കുന്നുണ്ട്. അന്ന് ഇന്ത്യൻ പട്ടാളം കൊടുക്കുന്നുണ്ട്. ആ പരിശീലനത്തിൻ്റെ ചുമതല JFR ജേക്കബ് എന്ന് പറഞ്ഞിട്ട് ഈസ്റ്റേൺ കമാൻഡ് മേധാവിയായിരുന്ന JFR ജേക്കബിനായിരുന്നു. ജൂതനായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ സേനയിലെ ഏറ്റവും മുകളിൽ വന്ന ഏക ജൂതനാണ് JFR ജേക്കബ്. അങ്ങനെ ആയുധത്തിന് പണം വേണമായിരുന്നു. ഈ മുക്തിബാഹിനി 10,000 പേരില്ലേ, തോക്കൊക്കെ മേടിക്കണ്ടേ, അതിനുള്ള പൈസയാണ് ഈ 60 ലക്ഷം രൂപ സീക്രട്ട് ഫണ്ട് ബംഗ്ലാദേശിനുണ്ട്. ആ സീക്രട്ട് ഫണ്ട് കിടക്കുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ്. അപ്പോൾ ഈ നഗർവാല മുൻ ഈ പട്ടാള ഇൻ്റലിജൻസ് ഓഫീസറാണ് അയാൾ. അയാൾ പട്ടാളത്തിലും BSFലും ഒക്കെ ജോലി ചെയ്തിരുന്ന ആളാണ്. അയാൾ കുറക്കാലം ജപ്പാനിൽ പോയി അവിടുത്തെ പട്ടാളക്കാരെ ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നതും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ജപ്പാനിലും എന്തോ അയാൾക്ക് ചില ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്നും മനസ്സിലാകുന്നത്. അതിനു മുമ്പ് അയാൾ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ജോലിയെടുത്തിരുന്നു. അപ്പോൾ ബംഗ്ലാദേശ് മിഷന് വേണ്ടിയിട്ട് ഇൻ്റലിജൻസ് വിങ് ഉണ്ടല്ലോ പട്ടാളത്തിൻ്റെ, അതിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ഇന്ത്യൻ പട്ടാളത്തിൽ തന്നെ ജോലി ചെയ്തിരുന്ന ആളാണ് നഗർവാല. ഇതൊക്കെ പിന്നെയാണ് വരുന്നത്. അങ്ങനെ അവരുടെയൊക്കെ വിശ്വസ്തനുമാണ്. ഈ മീറ്റിങ്ങുകളിലൊക്കെ ഇന്ദിരയുടെ കൂടെയൊക്കെ ആ മൽഹോത്രയെ പോലെ തന്നെ പങ്കെടുക്കുന്ന ആളുമായിരുന്നു നഗർവാല. അങ്ങനെ ഈ 60 ലക്ഷം രൂപ താൻ ഉടനെ വാങ്ങിച്ചിട്ട് കൽക്കട്ടയിലേക്ക് പറക്കണം, ഫ്ലൈ ചെയ്യണം. ആ 60 ലക്ഷം രൂപ ആ മുക്തിബാഹിനി അവർക്കായിട്ട് കൈമാറുക, ആയുധമൊക്കെ മേടിക്കുക. അതുകൊണ്ടാണ് അയാൾ മറ്റേ സൂട്ട് കേസ് രാജേന്ദർ നഗർ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടൊക്കെ പോകുന്നു. ഉടനെ വിമാനം കയറി അങ്ങോട്ട് പോകേണ്ട മനുഷ്യനാണ് അയാൾ. പക്ഷേ
മൽഹോത്ര ഇന്ദിരാഗാന്ധി രൂപീകരിച്ച ദുരിതാശ്വാസ സമിതിയിൽ കാരണം ബംഗ്ലാദേശിൽ നിന്ന് കുറേ ആളുകൾ ഇങ്ങോട്ട് അഭയാർത്ഥികൾ പ്രവഹിക്കുന്നുണ്ടെന്ന് അവർക്ക് ആശ്വാസം എത്തിക്കണ്ടായി. അതിൻ്റെ സമിതിയിൽ അംഗവുമാണ് അങ്ങേര്. അപ്പോൾ അതുകൊണ്ട് മൽഹോത്രയ്ക്ക് നഗർവാലയെയും അറിയാം. ഈ ബാങ്കിലെ ഈ ചീഫ് കാഷ്യറില്ലേ, ആൾക്ക് നല്ല പരിചയമുള്ള ആളാണ് നഗർവാലയും. ഇന്ദിരാഗാന്ധിയെ അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ എന്തു പറ്റിയെന്ന് വെച്ചാൽ ഈ മൽഹോത്ര പുറത്തേക്ക് പോയല്ലോ, ആ സമയത്ത് മൽഹോത്രയെ കാണാനില്ലല്ലോ. കുറച്ച് നേരം 1.5 മണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ആ റാവൽ സിംഗ് എന്ന് പറഞ്ഞിട്ട് ആ ജൂനിയർ ബാങ്ക് ഉദ്യോഗസ്ഥൻ്റെ ഒരു പേര് ഞാൻ പറഞ്ഞില്ലേ, ആ റാവൽ സിംഗ് പോയി പോലീസിൽ പരാതിപ്പെട്ടു. ഇദ്ദേഹത്തെ കാണുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ. 60 ലക്ഷം രൂപയും പോയി. 60 ലക്ഷം രൂപ അന്ന് വലിയ തുകയല്ല, ഇന്ന് പറയുന്ന പോലെയല്ലല്ലോ. അല്ലല്ല, അപ്പൊ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി പോലീസ് കൊണ്ടുപോയി ഒരു മണ്ടത്തരം. അത് ശരിക്ക് ജാഗ്രതയോടുകൂടി ഞാൻ പോയിട്ട് വരും കേട്ടോ, നിങ്ങൾ കുഴപ്പമൊന്നും കാണിക്കരുത് എന്നൊന്നും പറഞ്ഞിരുന്നില്ല മൽഹോത്ര. അങ്ങനെ റാവൽ സിംഗ് കൊണ്ടുപോയി പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ ഇതൊരു കേസായി. അങ്ങനെ കേസായി. സാധാരണ വാക്കി ടോക്കി റിവോൾവറൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് ഇയാൾ നഗർവാല. അങ്ങനെയൊക്കെയുള്ള ആളാണ്. കാരണം പട്ടാളത്തിലെ ഇൻ്റലിജൻസ് വിങ്ങിലുള്ള ഒരാളല്ലേ. അപ്പോൾ മാത്രമല്ല നഗർവാലയെ വെച്ച് കേസ് പൂട്ടിക്കളയാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ നഗർവാല പുനർവിചാരണ ആവശ്യപ്പെടുന്നും വിചാരിച്ചില്ല. ശിക്ഷിച്ചു കഴിഞ്ഞല്ലോ, ഇയാൾ ജയിലിൽ കിടന്നോളും, 4 കൊല്ലത്തേക്ക് ശിക്ഷിച്ചാന്ന് വിചാരിച്ചു. അങ്ങനെ സർക്കാർ പേടിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി പേടിച്ചു, ഹസറും ഒക്കെ പേടിച്ചു. ഈ പുനർവിചാരണയിൽ ഇയാൾ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുവന്നു. കാരണം കറണ്ട് എഡിറ്ററോട് തന്നെ കാണണം എന്ന് പറഞ്ഞിരുന്നതാണല്ലോ. എന്നിട്ട് ഈ നഗർവാലയുടെ അഡ്വക്കേറ്റ് RC മഹേശ്വരി അങ്ങേര് ഒരു പത്രലേഖകനോട് അന്ന് പറഞ്ഞിരുന്നു, ഈ കൊല്ലത്തെ ഏറ്റവും വലിയ സ്കൂപ്പ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് ആ ഘട്ടത്തിൽ പറയുകയും ചെയ്തിരുന്നു. ആണല്ലേ. ആ സമയത്താണ് നഗർവാലയെ ഫിനിഷ് ചെയ്യുന്നത്. അപ്പോൾ അറസ്റ്റിലായ ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അങ്ങേര് പറഞ്ഞിരുന്നു നഗർവാല, എനിക്ക് ഇന്ദിരാഗാന്ധിയോട് അല്ലെങ്കിൽ BSF ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അതിർത്തി രക്ഷാസേനയുടെ ഡയറക്ടർ ജനറൽ റസ്റ്റം ജിയോട്, റസ്റ്റം ജി എന്ന് പറഞ്ഞാലും പാഴ്സിയാണല്ലോ, അപ്പോൾ ഇവര് പാഴ്സികളാണ്, സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ അത് അനുവദിച്ചില്ല. ഇതാണ് ആ മരിച്ചതോടുകൂടി അത് തീരുകയാണ്. ഇതാണ് ഈ ഇന്ദിരയ്ക്ക് വേണ്ടി ആദ്യം ഫോൺ വിളിച്ചാണില്ല അയാൾ PN അക്സറൊക്കെ വലിയ പുള്ളിയല്ലേ. അല്ല, അന്നേരം ഈ അവരിലേക്ക് എത്താനൊന്നും ഇദ്ദേഹത്തിന് കഴിഞ്ഞില്ല അല്ലേ. പിന്നീട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ ആളുകളെയൊന്നും പോലീസ് ചോദ്യം ചെയ്യുന്നില്ലല്ലോ ഈ കേസ്. അല്ല, ഇദ്ദേഹത്തിന് അങ്ങനെയൊന്നും പറയാനോ അവസരം കൊടുത്തു കാണത്തില്ല അല്ലേ. ഈ പോലീസിൽ കേസ് വന്നു എന്ന് അറിയാവുന്നതുകൊണ്ടാണല്ലോ മൽഹോത്ര ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും കേസ് വന്നു എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിൽ പോലീസ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ. അത് സ്വാഭാവികമല്ലേ. ഇന്ദിരാഗാന്ധി വളരെ ശക്തിയായിട്ട് നിൽക്കുന്നു, ഇങ്ങനെ പാകിസ്ഥാനുമായിട്ടൊരു സ്റ്റാൻഡ് ഓഫ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ റാവല് പോലീസിന് പരാതി കൊടുത്തു കഴിഞ്ഞു ഉടനെ ഇത് പ്രധാനമന്ത്രിയുടെ അവിടെ എത്തി. പിന്നെയാണ് മൽഹോത്ര അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഒഴിഞ്ഞു കളഞ്ഞു ഹക്സർ. എനിക്കിതിലൊന്നും അറിയില്ല, ഞാൻ എന്ത് ചെയ്യാം, പെട്ടെന്ന് ചെയ്യാവുന്ന മൽഹോത്രയെ വെച്ചിട്ട് കേസ് ഫിനിഷ് ചെയ്യാം എന്ന് ഇന്ദിരാഗാന്ധിയും അക്സറും കൂടി തീരുമാനിച്ചാണ് ആ കേസ്. അങ്ങനെ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഒരുപാട് നിഗൂഢതകളായിരുന്നല്ലോ അല്ലേ. കേൾക്കുന്നവരും വളരെ ആകാംക്ഷയൊക്കെ ഉണ്ടാകുന്ന ഒരു സംഭവം. എന്തായാലും ഇത്രയും വലിയൊരു സംഭവമാണ് നമ്മളിപ്പോൾ. അതുകൊണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് ഈ നടത്തിയ ക്രൂരതകളിലൊന്നും നമുക്കൊരു അത്ഭുതവും തോന്നേണ്ടതില്ല. ഇന്ദിരയുടെ ഒരു സ്വഭാവം നമുക്ക് കണ്ട് വ്യക്തമാവുകയാണ് ഇങ്ങനെ അല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.